tragedy struck us here in Wayanad, I traveled here with my brother for one of the first times that I was coming here. ഈ വയനാടിൽ ഏറ്റവും വേദനാജനകമായ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഞാനും സഹോദരനും കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. I had come before, but only during election time. ഞാൻ ഇലക്ഷന് മുമ്പാണ് ഇവിടെ എത്തിയത്. When I came that day, what I saw will never leave me. What I saw that day will never leave me. ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ ഇവിടെ കണ്ടത് ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടുപോവില്ല. You had lost everything. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. Your homes, your families, your schools, your shops, your businesses, everything. നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ഉറ്റവർ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കടകൾ, നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. And I have said this again and again since that day. But what struck me most was your courage, your pride, and the way every single person here did whatever they could to help you. ഞാൻ അതിനുശേഷം എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ ദുരന്തത്തിനിടയ്ക്കും എന്നെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ചത് നിങ്ങളുടെ ഒരുമയും നിങ്ങളുടെ ധീരതയും, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ദുരന്തത്തെ നേരിട്ടതുമാണ്. And the way that all of you stood together, helping each other, no matter what religion you belong to, no matter what different sections you belong to, you all stood together, you supported each other, you gave each other courage, you gave each other love when you needed it most. നിങ്ങൾ ഇവിടെ എല്ലാ വിഭാഗീയതയ്ക്കപ്പുറം, എല്ലാ മതങ്ങൾക്കും രാഷ്ട്രീയത്തിനും എല്ലാം അപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം സഹായിച്ച്, പരസ്പരം സാന്ത്വനമേകി, പരസ്പരം കരുത്തു പകർന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ ദുരന്തത്തെ നേരിട്ടത്. I was not your MP then. My brother was. ഞാൻ അപ്പോൾ നിങ്ങളുടെ MP ആയിരുന്നില്ല, എൻ്റെ സഹോദരനായിരുന്നു MP. I am your MP now. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ MP ആണ്. But between that time and now, I have also become your daughter, your sister, and a member of your family. പക്ഷേ അന്നത്തെ ദിവസം മുതൽ ഇന്നുവരെ ഞാൻ നിങ്ങളുടെ മകളായി, നിങ്ങളുടെ സഹോദരിയായി, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയിട്ടുണ്ട്. And I have watched the different struggles you have faced through this period. ഞാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംഘർഷത്തെ, ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. You have faced the struggle to rebuild your family life. നിങ്ങളുടെ കുടുംബ